ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലേക്കും ദോശയിലേക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഈ കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തുള്ള ഫിഷ് കറിയുടെ അതേ ടേസ്റ്റിലാണ്. നമുക്ക് ഫിഷ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരു കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനായി. ഈ കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തുള്ളത് വഴുതനങ്ങ വെച്ചിട്ടാണ്. ഇതുപോലെ 2 വലിയ വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. പാനൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഇതുപോലെ തന്നെ നല്ലപോലെ എണ്ണയിൽ നിന്ന് മൂത്ത് വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ബോൾ നിറയെ ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഒത്തിരി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കൊന്നും വേണ്ട. നമ്മളൊരു ഉള്ളി കൊണ്ട് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ വെച്ച് നമ്മൾ കറി റെഡിയാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരം വലിയുള്ളി വെച്ചും ഇതേ രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയൊക്കെ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കറിയൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് വഴുതനങ്ങ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വലിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ വഴുതനങ്ങ ഈ എണ്ണയിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്കൊരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വഴുതനങ്ങ ഒന്ന് നല്ലപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി നേരം അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വഴുതനങ്ങ നല്ലപോലെ കുഴഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ വഴുതനങ്ങ നമ്മുടെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ഇതുപോലെ എണ്ണയിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മുടെ വഴുതനങ്ങ ഒത്തിരി ഉടഞ്ഞു പോവാതെ ശ്രമിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നല്ലപോലെ മാറി വരുന്നവരെ നമ്മൾ എണ്ണയിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ ഒത്തിരി ചെറിയ പീസായിട്ട് ഇടുന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ കാണാനും വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ കറിയിൽ നമ്മൾ കുറച്ച് വലിയ പീസായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഉടച്ചെടുക്കൊന്നും വേണ്ട. നമ്മൾ ഈ കറിയിൽ തക്കാളിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാനിവിടെ 1 സ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഈ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്കിവിടെ ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമില്ല. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വെജിറ്റബിൾ കറിയാണ്. എന്നാൽ നല്ലൊരു ഫിഷ് കറിയുടെ ടേസ്റ്റുമാണ്. മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ബോൾ നിറയെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ഈ കറി ഏകദേശം മീൻ കറിയുടെ ഒക്കെ ടെക്സ്റ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറിയിലേക്ക് ഇതുവരെ ആവശ്യത്തിലുള്ള ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ കറിക്ക് അനുസരിച്ച് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊരു 5 മിനിറ്റ് സമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഈ കറി ഇവിടെ റെഡിയാക്കി എടുത്തുള്ള മീൻ കറിയുടെ ഒക്കെ അതേ ടെക്സ്ചറിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെയാണ്. വഴുതനങ്ങ വെച്ചുണ്ടാക്കിയെടുത്ത കറിയാണെന്ന് പറയില്ല. ഇപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. വഴുതനങ്ങയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കയ്പ്പ് രസമുള്ളൊക്കെ വഴുതനങ്ങയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ കറിക്കൊക്കെ ആ ഫ്ലേവർ കിട്ടും. നല്ല വഴുതനങ്ങ നോക്കിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.